മുസ്ലിം ലീഗ് സംസ്ഥാന ജനറൽ സെക്രട്ടറി പി.കെ. കുഞ്ഞാലിക്കുട്ടി നയിക്കുന്ന കേരള യാത്രയ്ക്ക് അല്പസമയത്തിനകം കാസർഗോഡ് തുടക്കമാവും. മഞ്ചേശ്വരം മഹാസംഘടിയിൽ നിന്ന് സംസ്ഥാന പ്രസിഡന്റ് പാണക്കാട് ഹൈദരലി ശിഹാബ് തങ്ങൾ ജാഥ ഫ്ളാഗ് ഓഫ് ചെയ്യും. ഉദ്ഘാടന ചടങ്ങ് പുരോഗമിക്കുകയാണ്. ജാഥ ഫ്ളാഗ് ഓഫ് ചെയ്യുന്നതിന്റെ തത്സമയ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കണ്ടുകൊണ്ടിരിക്കുന്നത്. മലയാളക്കരയുടെ സാർവത്രിക വിദ്യാഭ്യാസ വികാസത്തിൽ പ്രൈമറി സ്കൂളുകൾ മുതൽ സർവകലാശാലകൾ വരെ സമ്മാനിച്ചു ഉത്തരവാദിത്വ രാഷ്ട്രീയം മുഖമുദ്രയാക്കിയ പ്രസ്ഥാനം ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ്. വിജ്ഞാന വിസ്ഫോടനത്തിന്റെ പുതുയുഗ പിറവിയായി IT ഭൂപടത്തിൽ കേരളക്കരയെ അടയാളപ്പെടുത്തി ടെക്നോ പാർക്കും ഇൻഫോ പാർക്കും കിൻഫ്ര പാർക്കും സംവിധാനം സ്മാർട്ട് സിറ്റിയുടെ രാജശില്പി മുസ്ലിം ലീഗ് അസംബ്ലി പാർട്ടി ലീഡർ പി.കെ. കുഞ്ഞാലിക്കുട്ടി സാഹിബ് വ്യാവസായിക കേരളത്തെ ലോകത്തിന് പരിചയപ്പെടുത്താൻ ഗ്ലോബൽ ഇൻവെസ്റ്റേഴ്സ് മീറ്റ്, എമർജിംഗ് കേരള തുടങ്ങിയ സംരംഭങ്ങളിലൂടെ വാർത്തയുടെ വിശദാംശങ്ങളുമായി സുനിൽ. സുനിൽ, എന്തൊക്കെയാണ് വിവരങ്ങൾ? സുഹീല, സൗഹൃദം, സമത്വം, സമന്വയം എന്നീ മുദ്രാവാക്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് മുസ്ലിം ലീഗിന്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറി പി.കെ. കുഞ്ഞാലിക്കുട്ടി നയിക്കുന്ന കേരള യാത്രയ്ക്ക് ആവേശകരമായ തുടക്കം ആയിരിക്കുന്നു. മഞ്ചേശ്വരത്തെ ഹൊസങ്കടിയിൽ ഹൈദരാലി ശിഹാബ് തങ്ങൾ, പാർട്ടിയുടെ അധ്യക്ഷൻ ഹൈദരാലി ശിഹാബ് തങ്ങൾ ജാഥയ്ക്ക് ഫ്ളാഗ് ഓഫ് ചെയ്തിരിക്കുന്നതിന്റെ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. സാദിഖ് അലി ശിഹാബ് തങ്ങളായിരുന്നു ഈ ഉദ്ഘാടന പരിപാടിയുടെ അധ്യക്ഷൻ. അതിനുശേഷമാണ് ഹൈദരാലി ശിഹാബ് തങ്ങൾ ജാഥ ഫ്ളാഗ് ഓഫ് ചെയ്തിരിക്കുന്നത്. ഇനി ഈ പൊതുസമ്മേളനത്തെ അഭിസംബോധന ചെയ്തുകൊണ്ട് ഹൈദരാലി ശിഹാബ് തങ്ങൾ സംസാരിക്കും. പ്രധാനമായും മുസ്ലിം ലീഗിന്റെ 5 മന്ത്രിമാരുടെ ഭരണ നേട്ടങ്ങൾ ഒന്നൊന്നായി എടുത്തു കാട്ടിക്കൊണ്ടാണ് ഈ ജാഥ സംസ്ഥാനത്തെ 19 ദിവസത്തെ പ്രയാണം നടത്തുന്നത്. കാസർഗോഡിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നായി മുസ്ലിം ലീഗിന്റെ നൂറുകണക്കിന് ആയ അനുയായികളാണ്, പ്രവർത്തകരാണ് ഇവിടെ ഹൊസങ്കടിയിലേക്ക് ഇന്ന് ഉച്ചയ്ക്ക് ശേഷം മുതൽ ഒഴുകിയെത്തിക്കൊണ്ടിരിക്കുന്നത്. അവരെ സാക്ഷ്യം നിർത്തിക്കൊണ്ടാണ് ഈ ജാഥയ്ക്ക് ഹൈദരാലി ശിഹാബ് തങ്ങൾ പച്ചക്കൊടി കാണിച്ചിരിക്കുന്നത്. KPA മജീദ്, MK മുനീർ, ET മുഹമ്മദ് ബഷീർ, KM ഷാജി എന്നിവരാണ്. സംസ്ഥാന ജനറൽ സെക്രട്ടറി പി.കെ. കുഞ്ഞാലിക്കുട്ടി നയിക്കുന്ന കേരള യാത്രയ്ക്ക് കാസർഗോഡ് തുടക്കമായിരിക്കുന്നു. സുനിലൈസക്കാണ് വിവരങ്ങൾ നൽകിയത്. പരിപാടിയിൽ കുഞ്ഞാലിക്കുട്ടി സംസാരിക്കും. ഫലപ്രദമായി തടയാൻ കഴിഞ്ഞ പിന്നോക്കക്കാർക്കും അവസര വിഭാഗങ്ങൾക്കും ഒക്കെ ഇവിടുത്തെ മുഖ്യധാരയിൽ ദേശീയ കക്ഷികളോടൊപ്പം ചേർന്നുകൊണ്ട് അവർക്ക് ആത്മവിശ്വാസം പകർന്നു കൊടുത്തുകൊണ്ട് തന്നെ മതവിശ്വാസികളും മതത്തിന്റെ യഥാർത്ഥ വക്താക്കളുമായിക്കൊണ്ട് ആ തീവ്രവാദത്തെ ഈ മണ്ണിൽ കാലുകുത്താൻ ഇതുവരെ അനുവദിച്ചില്ല എങ്കിൽ നാളെയും ഞങ്ങൾക്കത് സാധിക്കുമെന്ന ആത്മവിശ്വാസം ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിനുണ്ട്. അതിനെക്കുറിച്ച് ഫലപ്രദമായി പറയുന്നവർക്ക് മാത്രമേ മറ്റതിനെക്കുറിച്ച് പറയാൻ പറ്റുള്ളൂ. അതായത് ഇന്ത്യയിൽ ഇപ്പൊ നടക്കുന്ന ആ ഫാസിസ്റ്റ് ഭീഷണി, ഫാസിസ്റ്റ് രീതികൾ, ആ ഫാസിസ്റ്റ് ഭീഷണി ഏതെങ്കിലും ഒരു ജനവിഭാഗത്തിനെതിരായി മാത്രമല്ല, മുസ്ലിം ന്യൂനപക്ഷത്തിനെതിരായി മാത്രമല്ല, മൈനോറിറ്റിക്കെതിരായി മാത്രമല്ല, അതങ്ങനെ അരങ്ങ് തകർത്ത് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഹൈദരാബാദിലെ ക്യാമ്പിൽ, മഹാരാഷ്ട്രയിൽ, UP-യിൽ, ബീഹാറിൽ തീയിട്ട് കൊല്ലുന്നു, അതുപോലെ തന്നെ ചുട്ടുകരിക്കുന്നു, അതുപോലെ തന്നെ അനവധി ആളുകൾ ആത്മഹത്യ ചെയ്യുന്നു, ബുദ്ധിജീവികളെ കൊല്ലുന്നു, എഴുത്തുകാരെ കൊല്ലുന്നു. ഇതൊക്കെ തുടങ്ങിക്കഴിഞ്ഞിട്ടേ ഉള്ളൂ. ഫാസിസം അതിന്റെ സകലവിധ ഭീകരതയോടും കൂടി നമ്മുടെ രാജ്യത്ത് കടന്നു വരുന്നതിന്റെ സകല ലക്ഷണങ്ങളും അതിന്റെ ഭീകരത മുഖമുയർത്തി ഇങ്ങനെ കാണിക്കുകയാണ്. ഈ മഹത്തായ ജനാധിപത്യ പാരമ്പര്യം ഇവിടെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ വക്താക്കളുണ്ട്. രാജ്യത്തിന് സ്വാതന്ത്ര്യം നേടിക്കൊടുക്കാൻ ആരെന്തു പറഞ്ഞാലും ശരി പ്രവർത്തിച്ച സംഘടനയാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്. ആ കാര്യത്തിൽ യാതൊരു സംശയമില്ല. ആ കോൺഗ്രസ് രാജ്യത്തെ ജനങ്ങളെ മുഴുവൻ ഒരുപോലെ, ഒരു തരത്തിൽ, ഒരേപോലെ, ഒരു മാലയിൽ കോർത്ത മുത്തുമണി പോലെ കൊണ്ടുപോയിക്കൊണ്ടിരിക്കുമ്പോ മനുഷ്യനെ ജാതി പറഞ്ഞും വർഗം പറഞ്ഞും വേർതിരിച്ചുകൊണ്ട് ഈ രാജ്യത്തെ ഡിവൈഡ് ചെയ്യാൻ, ഈ രാജ്യത്തിന്റെ അഖണ്ഡത തകർക്കാൻ
ഈ രാജ്യത്തെ തകർത്ത് തരിപ്പണമാക്കാൻ വേണ്ടി ഒരു കൂട്ടർ ഇറങ്ങുമ്പോ ഈ രാജ്യത്ത് അതിനെ ചെറുക്കാൻ ജനാധിപത്യ ചേരിക്ക് ഇവിടെ തങ്ങൾ പറഞ്ഞതുപോലെ ബഹുമാനായ ഹൈദരലി ശിഹാബ് തങ്ങളുടെ പൂർവികർ സയ്യിദ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങൾ, പൂക്കോയ തങ്ങൾ, ബാഫഖി തങ്ങൾ, CH അങ്ങനെ തുടങ്ങിയ നേതാക്കന്മാര് തങ്ങളുടെ പരാമർശിച്ച നേതാക്കന്മാര്, ആ നേതാക്കന്മാര് തൊട്ട് എളിയ പ്രവർത്തകന്മാർ വരെ ഇന്ന് ഈ നഗരിയുള്ള നമ്മുടെ അബ്ദുൽ ഖാദർ സാഹിബിന്റെ ഗോൾഡ് അബ്ദുൽ ഖാദർ സാഹിബിന്റെ നാമധേയത്തിലുള്ള ഈ നഗരിയിൽ നിന്ന് അദ്ദേഹം അടുത്ത കാലത്താണ് അങ്ങനെയുള്ള സാധാരണ പ്രവർത്തകന്മാർ വരെ ജീവത്യാഗം കൊണ്ട് പടുത്തുയർത്ത മുസ്ലിം ലീഗിന് ഇന്നലെ അത് സാധിച്ചിട്ടുണ്ട് എങ്കിൽ നാളെയും അത് സാധിക്കുമെന്ന ആത്മവിശ്വാസം ഞങ്ങൾക്ക്. ആത്മവിശ്വാസമാണ് ഞങ്ങൾ ഈ യാത്ര ഇപ്പൊ സംഘടിപ്പിച്ചത്. എന്തെങ്കിലും ഒരു കേവല രാഷ്ട്രീയ മുദ്രാവാക്യം എടുത്താൽ പോരെ എന്നാണ് ചിലരിവിടെ ചോദിച്ചത്. സമത്വം, സൗഹൃദം, സമന്വയം, അങ്ങനെ ഒരു ക്യാമ്പയിൻ ഇപ്പൊ വേണമെന്നാ. പല യാത്രകളും ഇതിലേ പോയി. ആ യാത്രകളൊക്കെ അന്തരീക്ഷം വല്ലാതെ മലീമസമാക്കി വെച്ചിട്ടുണ്ട്. അതൊന്ന് കഴുകി വൃത്തിയാക്കാനാണ് ഞങ്ങളുടെ ഈ യാത്ര. ഒരു യാത്ര പോയി സാധാരണ ഒരു മനുഷ്യൻ കുഴിച്ചാടിപ്പോ ആ കുഴിയിൽ നിന്ന് എടുത്തു പൊക്കി ആ പ്രോസസ്സിൽ ആ നടപടിക്കിടയിൽ ഒരാളുടെ ജീവൻ നഷ്ടപ്പെട്ടു. ആ ജീവൻ നഷ്ടപ്പെട്ടതിന് കേരള ഗവൺമെന്റ്, ഉമ്മൻചാണ്ടി ഗവൺമെന്റ് സാധാരണ ചെയ്യുന്നത് പോലെ ഒരു നഷ്ടപരിഹാരം കൊടുത്തപ്പോ അതിനെപ്പോലും പരിഹസിക്കാൻ വേണ്ടി ഇവിടെ പല ജാതി പ്ലെയിനും കണ്ടിട്ടുണ്ട്. ഈ ജാതി അപ്പോ ഇത് ചെറിയ കാറ്റുള്ളൂ, IS ഭീഷണിമാരും ഒക്കെ. അപ്പോ ഞാൻ പറഞ്ഞത് ഇത്രയേ ഉള്ളൂ. അതായത് ആ ജീവകാരുണ്യ പ്രവർത്തനം പോലും ജാതീയമായി കണ്ട് ജാഥക്കിടയിൽ പ്രസംഗിച്ച സംഭവവും ഈ കേരളത്തിൽ ഉണ്ടായി. എല്ലാവരും അതിനെ അങ്ങേയറ്റം അറപ്പോടും വെറുപ്പോടും മുഷിപ്പോടും കൂടി തള്ളിക്കളഞ്ഞു. ഒന്നാലോചിച്ച് നോക്കൂ, മുസ്ലിം ലീഗ് രാഷ്ട്രീയ മുദ്രാവാക്യം എടുക്കുന്നതിന് പകരം ഈ മുദ്രാവാക്യം എടുത്തതിന്റെ പ്രാധാന്യം. ബാബരി മസ്ജിദ് തകർന്നതിന് ശേഷം രാജ്യം കത്തിയപ്പോ കേരളത്തിലും പ്രശ്നമുണ്ടാവുമെന്ന് വന്നപ്പോ ശിഹാബ് തങ്ങൾ എടുത്ത മുദ്രാവാക്യവും ഇത് തന്നെയായിരുന്നു. ആ മുദ്രാവാക്യമാണ് ഇന്ന് സയ്യിദ് ഹൈദരലി ശിഹാബ് തങ്ങൾ ഏറ്റെടുത്തിരിക്കുന്നത്. ഞങ്ങൾ കേവലം ഒരു രാഷ്ട്രീയ പാർട്ടി മാത്രമൊന്നുമല്ല. ഞങ്ങൾ മതധർമ്മ സ്ഥാപനങ്ങൾ നടത്തുന്നുണ്ട്, ഓർഫനേജുകൾ നടത്തുന്നുണ്ട്, മാലിൽ പല പ്രവർത്തനവും നടത്തുന്നുണ്ട്, ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ നടത്തുന്നുണ്ട്. ബൈത്തുർ റഹ്മ സാദിഖ് അലി ശിഹാബ് തങ്ങൾ ഇവിടെ ഇരിക്കുന്നു, ബൈത്തുർ റഹ്മ നടത്തുന്നുണ്ട്. അതുപോലെയുള്ള പല സാമൂഹ്യ പുനരുദ്ധാരണമാണ് ഞങ്ങളുടെ ലക്ഷ്യം. അധികാരത്തിൽ വരിക എന്നുള്ളത് മാത്രമല്ല, അധികാരം ഒരു ഘട്ടം മാത്രമാണ്. ഞാനിപ്പോ എനിക്ക് വേറൊരു പണിയുണ്ട്, അതിന്റെ അടിയിൽ ജാഥ നയിക്കണം എന്ന് തങ്ങൾ പറഞ്ഞപ്പോ അത് ഏറ്റെടുക്കുന്നതിൽ യാതൊരു അസാംഗത്യവുമില്ല. കാരണം എല്ലാ പണിയും ഓരോ മുസ്ലിം ലീഗ് പ്രവർത്തകന്മാർക്കും ഓരോന്ന്. അധികാര രാഷ്ട്രീയം എന്ന് പറയുന്നത് ഘട്ടം മാത്രമാണ്. അത് അധികാരം എന്നുള്ളത് ജനങ്ങൾക്ക് സേവനം ചെയ്യാൻ അത് സാധിക്കും. മുസ്ലിം ലീഗ് അതിന്റെ ചരിത്രത്തിലെ ഏറ്റവും അധികം സീറ്റ് നേടിയിരിക്കുന്ന സമയമാണിത്. 20 സീറ്റ്, അതിന്റെ ചരിത്രത്തിലെ ഏറ്റവും വലിയ സീറ്റ്. യാതൊരു സംശയം വേണ്ട. ഈ ജാഥ ഈ ക്യാമ്പയിൻ ഒരു പക്ഷേ ഞങ്ങൾക്ക് കഴിഞ്ഞ പ്രാവശ്യം പോയ 3ഓ 4ഓ സീറ്റ് കൂടി വീണ്ടെടുത്തുകൊണ്ട് അതിന് മറ്റൊരു റെക്കോർഡ് ഉണ്ടാക്കാൻ തന്നെയായിരിക്കും. അതിലൊന്നും ആർക്കും സംശയം വേണ്ട. അതുപോലെ ഇവിടെ ഭരണത്തിന്റെ തുടർച്ച വേണം എന്ന് തങ്ങൾ പറഞ്ഞു. വേണമല്ലോ, ഈ ഭരണത്തിന്റെ തുടർച്ച, അല്ലെങ്കിൽ വേറെ ഏത് ഭരണത്തിന്റെ തുടർച്ചയാണ്? കഴിഞ്ഞ ഭരണത്തിന്റെ തുടർച്ച ഉണ്ടാവണമെന്ന് മൂക്ക് കീഴ്പ്പെട്ടായ ആരെങ്കിലും പറയോ? കഴിഞ്ഞ ഇടതുപക്ഷ ഭരണത്തിന്റെ. കാരണം ഇപ്പോ നിങ്ങൾക്കറിയാം, തിരുവനന്തപുരത്ത് കപ്പലെടുക്കാൻ പോകുന്നു, കൊച്ചിയിൽ മെട്രോ ഓടാൻ പോകുന്നു, കണ്ണൂരിൽ വിമാനം ഇറങ്ങാൻ പോകുന്നു, കൊച്ചിയിൽ കൊച്ചി സിറ്റിക്കകത്ത് മറ്റൊരു സ്മാർട്ട് സിറ്റി ഉദ്ഘാടനം ചെയ്യാൻ പോകുന്നു. അടുത്ത 20-ാം തീയതി ഉദ്ഘാടനം ചെയ്യാൻ പോകുന്നു. കാസർഗോഡും കണ്ണൂരും അതുപോലെ ഇങ്ങനെ മെഗാ പ്രോജക്റ്റുകൾ കേരളത്തിന്റെ മുഖച്ഛായ മാറ്റും. ഡെവലപ്മെന്റിനെ കുറിച്ച് തങ്ങൾ പറഞ്ഞു. ഇവിടെ അനവധി വികസന പ്രവർത്തനങ്ങൾ നടത്തുന്നു. അത് മാത്രമല്ല, കരുതലോടെയുള്ള വികസനം. അനവധി ജനങ്ങൾക്ക് ഈ ഗവൺമെന്റ് തലോടൽ കിട്ടി.
ഒരു മുഖ്യമന്ത്രിയെ കാണണം എന്നുണ്ടെങ്കിൽ മുൻകൂർ അനുവാദം കൊടുത്ത് ക്യൂ നിന്ന് എപ്പോഴാണ് സമയം കിട്ടുന്ന അപ്പ പോണ പതിവ് മാറ്റിയിട്ട് ആ മുഖ്യമന്ത്രി മൈതാനിയിൽ ചെന്ന് 10,000-കണക്കിന് ആളുകളെ ഒന്നിച്ച് കാണുന്ന പതിവ് കൊണ്ടുവന്ന ആ കരുതൽ സാമൂഹ്യക്ഷേമ പ്രവർത്തനങ്ങൾ മുനീറുണ്ട്, ഇബ്രാഹിമുണ്ട്, അതുപോലെ തന്നെ അബ്ദുറബുണ്ട്. ഈ പിന്നോക്ക ജില്ലകളിൽ മുഴുവൻ വിദ്യാഭ്യാസ സൗകര്യങ്ങൾ വർദ്ധിച്ചു. അങ്ങനെയുള്ളൊരു ഭരണമല്ലാതെ ഏത് ഭരണ തുടരേണ്ടത്? കേരളത്തിലെ തൊഴിലവസരങ്ങൾ കൂടുന്നു. കാസർഗോഡ് ജില്ല പല ബുദ്ധിജീവികളും ഇവിടെ ജീവിച്ചയാണ്. ഉബൈദ് സാഹിബ് അതുപോലെയുള്ള പല കവികളും എഴുത്തുകാരും ചിന്തകന്മാരും ഒക്കെ വന്ന ഈ ജില്ല ഇന്ന് അതിന്റെ മുഖച്ഛായ മാറ്റിക്കൊണ്ടിരിക്കുകയാണ്. കാസർഗോഡ് ജില്ല അനവധി പ്രോജക്ടുകളാണ് ഇവിടെ വന്നുകൊണ്ടിരിക്കുന്നത്. ഞാൻ പറഞ്ഞത് ഡെവലപ്മെന്റ് ഒരു ഭാഗത്ത്, കരുതൽ ഒരു ഭാഗത്ത്, സാമൂഹ്യ ക്ഷേമ പദ്ധതികൾ ഒരു ഭാഗത്ത്. അധികാരത്തിൽ ഇരിക്കുമ്പോൾ വല്ലതുമൊക്കെ ചെയ്യണം, അല്ലാതെ ഇരുന്ന് നിരങ്ങാനുള്ളതല്ല അധികാരം എന്ന് തെളിയിച്ച ഗവൺമെന്റാണ്. അതുകൊണ്ടാണ് ആ ഗവൺമെന്റ് തുടരണം എന്ന് പറയുന്നത്. അതിനെ തടയാൻ ചില വിദ്യകളൊക്കെ ഉണ്ട്. അതാണ് ബാർക്കോയ. നമുക്കറിയാലോ ബാർക്കോയാണ് വലിയൊരു വിഷയമായി പറയുന്നത്. ബാർക്കോയ വന്ന ഘട്ടം ഏതാണ്? അത് നമ്മൾ ആലോചിക്കണം. ഇവിടെ ഈ കേരളം കുടിച്ച് മുടിയാണ്, കുടിച്ച് തീരുകയാണ് എന്ന് പറയുന്നു. കടപ്പുറത്തൊക്കെ പല സ്ഥലങ്ങളിലുമൊക്കെ മദ്യത്തിന്റെ വലിയ ദുരന്തം അതിങ്ങനെ തീതുപ്പി നടക്കുകയായിരുന്നു. പക്ഷേ ആര് ബലിയർപ്പിക്കപ്പെട്ടാലും എന്ത് ചീത്തപ്പേര് കേൾക്കേണ്ടി വന്നാലും ശരി, അതൊക്കെ ഇല്ലാത്തതാണ്. അതൊക്കെ ഒരു സമയത്തേക്ക് മാത്രമാണ്. അതൊക്കെ മറികടക്കാൻ UDF-ന് കഴിയും, യാതൊരു സംശയവും ആർക്കും വേണ്ട. എല്ലാ ഇന്നവിൽ ആരോപിതരായ മന്ത്രിമാരൊക്കെ നിരവധിയാണ്, നാളെ തെളിയും. പക്ഷെ വിഷയം അതല്ല. ഞങ്ങൾ ഈ ആക്ഷേപങ്ങൾ മുഴുവൻ കേട്ട് ഈ പ്രശ്നങ്ങൾ മുഴുവൻ സഹിച്ച് കേരളത്തെ ഇന്നൊരു മദ്യ ദുരന്ത വിമുക്ത സംസ്ഥാനമാക്കി മാറ്റിയിരിക്കുന്നു എന്നുള്ളതാണ് പ്രധാനം. മുസ്ലിം ലീഗ് എല്ലാ കാലത്തും ഘട്ടം ഘട്ടമായി കേരളത്തിൽ മദ്യം കുറച്ചു കൊണ്ടുവരും എന്ന് പറഞ്ഞപ്പോ ഞങ്ങളെ പരിഹസിച്ചവരുണ്ടായിരുന്നു. ഇപ്പൊ നിങ്ങൾക്ക് മനസ്സിലായില്ലേ? ലീഗ് എന്തെങ്കിലും പറഞ്ഞാൽ അത് കുറച്ചൊക്കെ നടക്കും എന്നുള്ളത് ഇപ്പോ ആ പറഞ്ഞ ആളുകൾക്ക് മനസ്സിലായില്ലേ? നിങ്ങൾ വിശ്വസിച്ചിരുന്നോ ഇങ്ങനെ ഒരു ഘട്ടം കേരളത്തിൽ വരുമെന്ന്? ഘട്ടം എന്ന് പറഞ്ഞുകൊണ്ടിരിക്കലല്ലാതെ ഈ ഘട്ടം വരും എന്ന് ഒരാളും വിചാരിച്ചിട്ടില്ല. പക്ഷേ ഇന്ന് കേരളത്തിൽ ആ ഘട്ടം വന്നിരിക്കുന്നു. അതായത് മദ്യം ഇന്ന് കേരളത്തിൽ ഒഴുകുന്നില്ല. ഇനി എന്താ ലീഗിന്റെ കേരള യാത്രയ്ക്ക് കാസർഗോഡ് തുടക്കമായിരിക്കുന്നു. മുസ്ലിം ലീഗ് നേതാവ് PK കുഞ്ഞാലിക്കുട്ടി ഇപ്പോൾ സംസാരിക്കുകയാണ്. കേരളം ഭരണ തുടർച്ച ആഗ്രഹിക്കുന്നുവെന്ന് കുഞ്ഞാലിക്കുട്ടി പറഞ്ഞു. വാർത്തയുടെ വിശദാംശങ്ങളുമായി സുനിൽ ഐസക്കുണ്ട്. സുനിൽ, PK കുഞ്ഞാലിക്കുട്ടി സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്തൊക്കെയാണ് വാർത്തയുടെ വിശദാംശങ്ങൾ? മുസ്ലിം ലീഗിന്റെ പാർലമെന്ററി പാർട്ടി നേതാവ് PK കുഞ്ഞാലിക്കുട്ടി നയിക്കുന്ന കേരള യാത്രയ്ക്ക് ആവേശകരമായ തുടക്കമാണ് ഹൊസങ്കടിയിൽ തുടക്കമിട്ടിരിക്കുന്നു. പാർട്ടിയുടെ സംസ്ഥാന അധ്യക്ഷൻ ഹൈദരലി ശിഹാബ് തങ്ങളാണ് ജാഥ ഔദ്യോഗികമായി ഫ്ലാഗ് ഓഫ് ചെയ്തിട്ടുള്ളത്. അതിനുശേഷം ജാഥ നായകൻ PK കുഞ്ഞാലിക്കുട്ടി ഇതിനെ ഈ പൊതുസമ്മേളനത്തെ അഭിസംബോധന ചെയ്ത് സംസാരിച്ചിരിക്കുന്നു. പ്രധാനമായും ഇവിടെ RSSും BJPയും ഉയർത്തുന്ന വർഗീയ വിഷയങ്ങളെയാണ് പ്രധാനമായും PK കുഞ്ഞാലിക്കുട്ടി അദ്ദേഹത്തിന്റെ പ്രസംഗത്തിൽ പ്രധാനമായും അതേക്കുറിച്ചാണ് സംസാരിച്ചത്. കേരളത്തിൽ UDF-ന്റെ ഭരണ തുടർച്ച ഉണ്ടാകുമെന്നും ഒപ്പം നിലവിൽ കേരളത്തിൽ ചരിത്രത്തിൽ ഏറ്റവും കൂടുതൽ സീറ്റുകൾ മുസ്ലിം ലീഗ് നേടിയിരിക്കുന്നു. 20 സീറ്റാണ് നിലവിൽ മുസ്ലിം ലീഗിനുള്ളത്. അത് വർദ്ധിപ്പിക്കുക, അല്ലെങ്കിൽ 23ഓ 24ഓ ആക്കി ആ സീറ്റുകൾ വർദ്ധിപ്പിക്കാനുള്ള ശക്തി മുസ്ലിം ലീഗിനുണ്ട്. അതിനുള്ള തുടക്കമാണ് ഈ യാത്രയെന്നാണ് PK കുഞ്ഞാലിക്കുട്ടി പറഞ്ഞത്. കോൺഗ്രസിന് മാത്രമേ നിലവിൽ ദേശീയ തലത്തിൽ ഈ RSSും BJPയും ഉയർത്തുന്ന വർഗീയ വിഷയങ്ങളെ പ്രതിരോധിക്കാൻ സാധിക്കൂ. അതുകൊണ്ട് തന്നെ മുസ്ലിം ലീഗ് UDF-ന്റെ കരുത്തായി ഉറച്ചു നിൽക്കുമെന്ന് കുഞ്ഞാലിക്കുട്ടി അസന്നിഗ്ധമായി പ്രഖ്യാപിച്ചിരിക്കുന്നു. എന്തായാലും 19 ദിവസം തുടരുന്ന
PK കുഞ്ഞാലിക്കുട്ടിയുടെ യാത്രയ്ക്ക് ആവേശകരമായ തുടക്കം ഹൊസങ്കടിയിൽ തുടക്കമിട്ടിരിക്കുന്നു. മുസ്ലിം ലീഗിന്റെ മന്ത്രിമാർ, സംസ്ഥാന നേതാക്കൾ, അഖിലേന്ത്യാ പ്രസിഡന്റ് തുടങ്ങി മുഴുവൻ ആളുകളും നേതാക്കളുടെ വലിയ നിര തന്നെ ഇവിടെ വേദിയിലുണ്ട്. മാത്രവുമല്ല, കാസർഗോഡ് ജില്ലയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്നായി ആയിരക്കണക്കിന് പ്രവർത്തകരാണ് ഇന്ന് ഉച്ചയ്ക്ക് ശേഷം മുതൽ തന്നെ ഇങ്ങോട്ടേക്ക് എത്തിക്കൊണ്ടിരുന്നത്. എന്തായാലും വലിയ തോതിലുള്ള ജന പങ്കാളിത്തമാണ് ഈ ജാഥയ്ക്ക് കാസർഗോഡിന്റെ മണ്ണ് നൽകിയിരിക്കുന്നത്. ഇപ്പോൾ കോൺഗ്രസിന്റെ പ്രതിനിധിയായി KT കുഞ്ഞിക്കണ്ണനാണ് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. നിലവിൽ 4 അംഗങ്ങളാണ്, നിലവിൽ 4 പേരാണ് ജാഥയുടെ ഉപനായകരായുള്ളത്. ഒപ്പം 40 സ്ഥിരാംഗങ്ങളും ഈ ജാഥയ്ക്കൊപ്പം ഉണ്ട്. 19 ദിവസം, അതായത് നാളെയാണ് ശരിക്കും ജാഥ ഇന്ന് ഔദ്യോഗികമായി ഉദ്ഘാടനം ചെയ്യുമ്പോഴും നാളെ മുതലാണ് ജാഥ പ്രയാണം തുടങ്ങുന്നത്. നാളെ കാസർഗോഡ് ജില്ലയിലെ 4 സ്വീകരണ കേന്ദ്രങ്ങളിലാണ് ജാഥ പ്രയാണം നടത്തുക. കാഞ്ഞങ്ങാട്, കാസർഗോഡ്, തൃക്കരിപ്പൂർ, ഉദുമ എന്നീ 4 സ്ഥലങ്ങളിൽ പ്രയാണം നടത്തിയതിനു ശേഷം ജാഥ നാളെ കണ്ണൂർ ജില്ലയിലേക്ക് വൈകുന്നേരം പ്രവേശിക്കും. മറ്റന്നാൾ മുതൽ കണ്ണൂർ ജില്ലയിലാണ് കുഞ്ഞാലിക്കുട്ടി നയിക്കുന്ന ജാഥയുടെ പ്രയാണം നടക്കുന്നത്. തുടർന്ന് 19 ദിവസം സംസ്ഥാനത്തെ വിവിധ മണ്ഡലങ്ങളിൽ, വിവിധ പ്രദേശങ്ങളിൽ കുഞ്ഞാലിക്കുട്ടിയുടെ ജാഥ നയിച്ച് 11-ാം തീയതി, അടുത്ത മാസം 11-ാം തീയതി ഇന്ന് ജാഥയ്ക്ക് തുടക്കമായിരിക്കുന്നു. ഇന്ന് നടക്കുന്ന പരിപാടിയിൽ പ്രധാനമായും ഏതൊക്കെ ലീഗ് നേതാക്കളാണ് പങ്കെടുക്കുന്നത്? തീർച്ചയായും അതിന്റെ ഗുണഫലങ്ങൾ അടുത്ത തെരഞ്ഞെടുപ്പിലും നമ്മൾ ദർശിക്കും എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ മുമ്പ് സൂചിപ്പിച്ചതുപോലെ തന്നെ പ്രധാനമായും ലീഗിന്റെ സംസ്ഥാന അധ്യക്ഷൻ ഹൈദരാലി ശിഹാബ് തങ്ങൾ, അതുപോലെ തന്നെ അഖിലേന്ത്യാ പ്രസിഡന്റ് E അഹമ്മദ്, PK കുഞ്ഞാലിക്കുട്ടി, അതുപോലെ സാദിഖ് അലി ശിഹാബ് തങ്ങൾ, ലീഗിന്റെ 5 മന്ത്രിമാർ, MLA മാർ തുടങ്ങി പ്രധാനപ്പെട്ട നേതാക്കൾ എല്ലാവരും തന്നെ ഇന്ന് ഈ പരിപാടിയുടെ ഉദ്ഘാടന പരിപാടിയിൽ നേതാക്കൾ എത്തിച്ചേർന്നിട്ടുണ്ട്. അതിന്റെ ഇപ്പോൾ ജാഥ ലീഡറായ PK കുഞ്ഞാലിക്കുട്ടിയെ ഹാരാർപ്പണം ചെയ്യുന്ന ചടങ്ങാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അതിന്റെ തത്സമയ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. എന്തായാലും വലിയ തോതിലുള്ള വലിയ ആവേശകരമായ ഒരു തുടക്കം തന്നെ ജാഥയ്ക്ക് കാസർഗോഡ് മണ്ണിൽ നിന്ന് ഉണ്ടായിരിക്കുന്നു. വിവിധ സംഘടനകൾ, KMCC, അതുപോലെ തന്നെ ദുബായ് KMCC, ഖത്തർ KMCC തുടങ്ങി വിവിധ സംഘടനകൾ ഇതിന് ഇപ്പോൾ PK കുഞ്ഞാലിക്കുട്ടിയെ, ജാഥ ലീഡറെ ഹാരാർപ്പണം ചെയ്യുന്നു. അതിന്റെ ദൃശ്യങ്ങളാണ് അതുപോലെ ഇപ്പോൾ പ്രേക്ഷകർ കാണുന്നത്. KPA മജീദ്, MK മുനീർ, ET മുഹമ്മദ് ബഷീർ, KM ഷാജി എന്നിവരാണ് ഈ ജാഥയുടെ ഉപനായകരായി ഉള്ളത്. സംസ്ഥാന പ്രസിഡന്റ് PKK ബാബ ജാഥയുടെ ചീഫ് കോർഡിനേറ്ററാണ്. 40 സ്ഥിരാംഗങ്ങളാണ് ജാഥയിലുള്ളത്. പാർലമെന്റ് അംഗവുമായ ET മുഹമ്മദ് ബഷീർ സാഹിബിനെ ക്ഷണിക്കുന്നു. ET മുഹമ്മദ് ബഷീർ ഇനി സംബോധന ചെയ്തുകൊണ്ട് സംസാരിക്കും. സുഹൈല, നമുക്കതിന്റെ തത്സമയ ദൃശ്യങ്ങളിലേക്ക് പോകാം. കുഞ്ഞാലിക്കുട്ടി നയിക്കുന്ന മുസ്ലിം ലീഗിന്റെ കേരള യാത്രയ്ക്ക് കാസർഗോഡ് തുടക്കമായിരിക്കുന്നു. തത്സമയ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കണ്ടുകൊണ്ടിരിക്കുന്നത്. ET മുഹമ്മദ് ബഷീർ സംസാരിക്കുകയാണ് തത്സമയ സംപ്രേഷണത്തിൽ. ജാഥ നായകൻ PK കുഞ്ഞാലിക്കുട്ടി സാഹിബ് അവர்கள், എല്ലാറ്റിലുപരി നമ്മുടെ ഈ മഹത്തായ കേരള യാത്രയുടെ ഉദ്ഘാടനം നിർവഹിച്ച പ്രിയങ്കനായ സയ്യിദ് ഹൈദരലി ശിഹാബ് തങ്ങൾ അവരുടെ, അതുപോലെ നമ്മുടെ നേതാക്കളെല്ലാം E അഹമ്മദ് സാഹിബ് തൊട്ട് നമ്മുടെ എല്ലാ നേതാക്കളും, MLA മാരും മന്ത്രിമാരും എല്ലാവരും ഇന്ന് സന്നിഹിതരായിട്ടുണ്ട്. അതിനേക്കാളൊക്കെ ഉപരിയായി ഘടകകക്ഷികളുടെ നേതാക്കളെല്ലാം ഇവിടെ സന്നിഹിതരായിട്ടുണ്ട്. പ്രിയമുള്ള സഹോദരന്മാരെ, സുഹൃത്തുക്കളെ, ഈ ഉദ്ഘാടന വേദിയിൽ എല്ലാവരും ഒന്ന് മുഖം കാണിക്കുക എന്നല്ലാതെ ദീർഘമായ ഒരു സംസാരത്തിൽ പോകേണ്ട കാര്യമില്ല. കേരള യാത്രയുടെ ഔപചാരികമായ ഉദ്ഘാടനം നിർവഹിച്ചുകൊണ്ട്
ബഹുമാനപ്പെട്ട താങ്കളെ ഈ വലിയ ദൗത്യം ഏറ്റെടുത്തിട്ടുള്ള ബഹുമാനപ്പെട്ട കുഞ്ഞാലിക്കുട്ടി സാഹിബ് ജാഥയുടെ ഉദ്ദേശ ലക്ഷ്യങ്ങളെക്കുറിച്ചും അതിന്റെ ആത്മാവിനെ കുറിച്ചും ഇവിടെ വിശദീകരിക്കില്ല. ഇതൊരു രാഷ്ട്രീയമായ പ്രചരണത്തിന് വേണ്ടിയോ അത്തരം ലക്ഷ്യം മുൻനിർത്തിയോ അല്ല. അതിവിടെ നേതാക്കൾ വ്യക്തമാക്കുകയില്ല. ഇത് പവിത്രമായ ഒരു ദേശീയ പ്രശ്നത്തെ കൈകാര്യം ചെയ്യുവാനുള്ള ജനങ്ങളുടെ മനസാക്ഷി ഈ പ്രശ്നത്തിലേക്ക് കൊണ്ടുവരാനുള്ള ഒരു ദൗത്യമാണ്. ഇവിടെ പറഞ്ഞു, സൗഹൃദത്തിന്റെയും സമന്വയത്തിന്റെയും അതുപോലെ തന്നെ തുല്യനീതിയുടെയും ഒക്കെ സന്ദേശം ഈ നാട്ടിൽ എല്ലാവർക്കും അറിയാവുന്ന ഇന്ത്യൻ ഭരണഘടന തന്നെ ഈ പറഞ്ഞ 2-3 കാര്യങ്ങളുടെ ഉള്ളിലാണ്. സമത്വം, സമന്വയം, സൗഹൃദം, ഇതിൽ അധിഷ്ഠിതമാണ് ഇന്ത്യൻ ഭരണഘടന എന്ന് പറയുന്നത്. ലോകത്തിൽ എവിടെയും ഉണ്ടായിട്ടില്ലാത്ത അപൂർവമായൊരു സംഭവം ഇന്ത്യയിൽ ഉണ്ടായിട്ടുണ്ട്. അത് ഭരണഘടന തൊട്ട് സത്യം ചെയ്ത് അധികാരത്തിൽ വന്നവർ അവരുടെ കൈകൊണ്ട് തന്നെ ഭരണഘടനയെ പൊളിക്കുന്നുവെന്നതാണ് ഈ രാജ്യം കാണുന്ന ഏറ്റവും ദുഃഖകരമായത്. ഗവൺമെന്റ് തന്നെയാണ് ഭരണഘടനയെ പൊളിക്കുന്നത്. ഗവൺമെന്റ് തന്നെയാണ് രാജ്യത്ത് സമന്വയത്തെ തകർക്കുന്നത്, സാമൂഹ്യ നീതിയെ തകർക്കുന്നത്, സമാധാനത്തെ തകർക്കുന്നത്. നമുക്കെല്ലാം അറിയാം, ഇന്ത്യൻ ഭരണഘടന ആത്മാവെന്ന് പറയുന്നത് തന്നെ സമത്വമാണ്, ഈക്വാലിറ്റി. നിയമത്തിന് മുമ്പിലുള്ള തുല്യത, ഉദ്യോഗത്തിലുള്ള തുല്യത, വിദ്യാഭ്യാസത്തിലുള്ള തുല്യത. കോൺഗ്രസാണ് മതേതരം സൂക്ഷിക്കുന്ന പാർട്ടി. കേരളത്തിൽ ഭരണ തുടർച്ചയുണ്ടാകുമെന്നും ലീഗ് അതിന്റെ മുഴുവൻ ശക്തിയും പുറത്തെടുക്കുമെന്നും മുസ്ലിം ലീഗിന്റെ കേരള യാത്രയുടെ ഉദ്ഘാടന ചടങ്ങിനിടെ ജാഥ ലീഡർ കുഞ്ഞാലിക്കുട്ടി പറഞ്ഞു. തീവ്രവാദത്തെ ഈ മണ്ണിൽ കാലുകുത്താൻ ഇതുവരെ അനുവദിച്ചില്ല എങ്കിൽ നാളെയും ഞങ്ങൾക്കത് സാധിക്കുമെന്ന ആത്മവിശ്വാസം ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിനുണ്ട്. അതിനെക്കുറിച്ച് ഫലപ്രദമായി പറയുന്നവർക്ക് മാത്രമേ മറ്റതിനെക്കുറിച്ച് പറയാൻ പറ്റുള്ളൂ. അതായത് ഇന്ത്യയിൽ ഇപ്പൊ നടക്കുന്ന ആ ഫാസിസ്റ്റ് ഭീഷണി, ഫാസിസ്റ്റ് രീതികൾ, ആ ഫാസിസ്റ്റ് ഭീഷണി ഏതെങ്കിലും ഒരു ജനവിഭാഗത്തിനെതിരായി മാത്രമല്ല, മുസ്ലിം ന്യൂനപക്ഷത്തിനെതിരായി മാത്രമല്ല, മൈനോറിറ്റിക്കെതിരായി മാത്രമല്ല, അതങ്ങനെ അരങ്ങ് തകർത്ത് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഹൈദരാബാദിലെ ക്യാമ്പിൽ, മഹാരാഷ്ട്രയിൽ, യുപിയിൽ, ബീഹാറിൽ തീയിട്ട് കൊല്ലുന്നു, അതുപോലെ തന്നെ ചുട്ടുകരിക്കുന്നു, അതുപോലെ തന്നെ അനവധി ആളുകൾ ആത്മഹത്യ ചെയ്യുന്നു, ബുദ്ധിജീവികളെ കൊല്ലുന്നു, എഴുത്തുകാരെ കൊല്ലുന്നു. ഇതൊക്കെ തുടങ്ങി കഴിഞ്ഞിട്ടേ ഉള്ളൂ. ഫാസിസം അതിന്റെ സകലവിധ ഭീകരതയോടും കൂടി നമ്മുടെ രാജ്യത്ത് കടന്നു വരുന്നതിന്റെ സകല ലക്ഷണങ്ങളും അതിന്റെ ഭീകരത മുഖമുയർത്തി ഇങ്ങനെ കാണിക്കുകയാണ്. ഈ മഹത്തായ ജനാധിപത്യ പാരമ്പര്യം ഇവിടെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ വക്താക്കളുണ്ട്. രാജ്യത്തിന് സ്വാതന്ത്ര്യം നേടിക്കൊടുക്കാൻ ആരെന്തു പറഞ്ഞാലും ശരി പ്രവർത്തിച്ച സംഘടനയാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്. ആ കാര്യത്തിൽ യാതൊരു സംശയവുമില്ല.